കേരളത്തിന്റെ വികസന രംഗത്ത് ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് AICC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല MLA. പുന്നേർകുളത്ത് ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇടത് സർക്കാർ ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി, വെള്ളം, നികുതി, കോടതി എന്നുവേണ്ട ജനങ്ങളുടെ അവശ്യ കാര്യങ്ങൾക്ക് പോലും വലിയ ചിലവ് വരുന്ന സ്ഥിതിയാണ്. ഇതോടെ ജനം മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണെന്നും കോൺഗ്രസിന് കേരളത്തിൽ ശക്തമായ അടിത്തറയുണ്ടാക്കിയ കരുത്തുറ്റ നേതാവാണ് കരുണാകരനെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി പ്രസ്ഥാനമാക്കി മാറ്റാനും തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ചും പാർട്ടിക്ക് ബഹുജന അടിത്തറ ഉണ്ടാക്കാനും വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് ശ്രീ ചന്ദ്രമോഹന് കൊടുക്കുമ്പോൾ ആ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചന്ദ്രമോഹന്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാനുമുള്ള ഒരു പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും എടുക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 9:30 ആൽത്തറ ഗ്രീൻലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പുരസ്കാര സമർപ്പണം നിയുക്ത UDF ജില്ലാ ചെയർമാനും മുൻ MLAയുമായ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. 25,000 രൂപയും ബലകവും പ്രശസ്തിപത്രവുമാണ് പുരസ്കാരം. ട്രസ്റ്റ് ചെയർമാൻ P. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 75 വയസ്സിന് മുകളിലുള്ള പുന്നേർകുളത്തെ കോൺഗ്രസ് പ്രവർത്തകരെയും സാഹിത്യകാരന്മാരായ അമേരിക്കൻ എഴുത്തുകാരൻ അബ്ദുൾ പുന്നേർകുളം, സൈനുദ്ദീൻ പുന്നേർകുളം എന്നിവരെ ആദരിച്ചു. KPCC സെക്രട്ടറി PT അജയ് മോഹൻ, മുൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹ്മാൻ കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. 2014 പുന്നേർകുളം ആസ്ഥാനമായി ലീഡർ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചത്. വരും വർഷങ്ങളിലും ലീഡറുടെ പേരിൽ പുരസ്കാരം വിതരണം ചെയ്യും. ട്രസ്റ്റ് വൈസ് ചെയർമാൻ NR ഗഫൂർ സ്വാഗതവും AK സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. നേതാക്കളായ AM അലാവുദ്ദീൻ, MV ഹൈദരാലി, BK ഫസ്ലുൽ അലി, തടാകം കുഞ്ഞഹമ്മദ് ഹാജി, അബൂബക്കർ കുന്നങ്കാട്ടയിൽ, P. രാമദാസ്, PP രാജൻ, ആലത്തയിൽ മൂസ, ട്രസ്റ്റ് മെമ്പർമാരും പങ്കെടുത്തു.